ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തൃശ്ശൂർ നിന്ന് ട്രെയിനും പിടിച്ച് ചെന്നൈ വരെ പോയിട്ട് ഒരു കല്യാണം കൂടാൻ പോയ ഒരു കഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. അതിൻ്റെ അകത്ത് ബക്കറ്റിൽ നിന്ന് എന്തോ തരം മുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരത്തെ വെയിറ്റിന് ശേഷമാണ് നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയത്. ഫുഡ് എവിടെ കഴിക്കണമെന്ന് അറിയണ്ടായിരുന്നില്ല, 3 നില കെട്ടിടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തി. അവിടെ ചെന്നപ്പോണ്ടല്ലോ പായസം പോലത്തെ ഒരു സാധനം ആദ്യം ഇട്ടത്. പിന്നെന്തോ വഴുതനങ്ങയുടെ ഉപ്പേരി, അതുപോലെ സർലാസ്, പിന്നെ ഒരു കുറുമക്കറി പോലത്തെ ഒരു ചിക്കൻ കറി, അതായിരുന്നു ഹൈലൈറ്റ്. പിന്നെ മട്ടൻ ബിരിയാണി, അത് നമ്മൾ എടുത്തില്ല, കാരണം നമ്മൾ മട്ടൻ കഴിക്കാറില്ല. അതിനൊപ്പം സൈഡായിട്ട് ബട്ടൂരി, നൂലപ്പവും ചിക്കൻ ഫ്രൈയും കൂടി കിട്ടി. പിന്നെ ചേര എന്നിട്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടുക്കഷ്ണം തിന്നണമെന്നാണല്ലോ. അതുകൊണ്ട് നോൺ വെജ് സദ്യ കഴിഞ്ഞതിന് ശേഷം സൈഡിൽ വെജ് സദ്യ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും പോയി കഴിക്കാനായിട്ട്. നോൺ വെജ് സദ്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെജ് സദ്യ അടിപൊളി വിഭവ സമൃദ്ധമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട രസമലായി ആയിരുന്നു. പിന്നെ അവിടെ ഡിസ്ക് പോലെയായിരുന്നു ഐസ്ക്രീം സെർവ് ചെയ്തിരുന്നു. എന്താണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ സൈഡിൽ സ്വീറ്റ് പാനും കൊടുത്തിരുന്നു. അതൊന്നും നമ്മൾ കഴിച്ചു നോക്കിയില്ല. അങ്ങനെ കല്യാണമൊക്കെ കൂടി തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് വരുന്ന വഴിയാണ് നമ്മുടെ ചെന്നൈ കോർപ്പറേഷൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ളത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി ബാക്കി ചെന്നൈ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.